നമ്മൾ ഈമാനോടുകൂടി വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണെന്ന്. എൻ്റെ ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അൽഹംദുലില്ലാ, എനിക്ക് ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ വഅദ് പറയാൻ കഴിയുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ ഇത്രയും ജീവിതത്തിൽ എത്രയോ വഅദ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വഅദ് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയ ഒരു നിമിഷം. ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് പയ്യന്നൂരിൽ സ്ഥലത്ത് വഅദിന് വേണ്ടി വന്നു. വഅദിന് സ്റ്റേജിൽ കയറുന്നതിന്റെ തൊട്ട് മുമ്പാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അറ്റാക്ക് വന്നു മരിച്ചു എന്ന വാർത്ത ഞാൻ കേട്ടത്. എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ സംഘാടകർ ഉൾപ്പെടെ പറഞ്ഞു, ഉസ്താദിനെ വീട്ടിൽ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വഅദ് പറഞ്ഞിട്ടേ പോകൂ. അന്ന് പയ്യന്നൂര് വെച്ച് വഅദ് പറഞ്ഞു. അൽഹംദുലില്ലാ, ദുആയും ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. മറക്കാൻ കഴിയാത്ത ഒരു ദിവസം, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അള്ളാഹു ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എൻ്റെ ഇക്കാടെ ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത രണ്ടാമത്തെ ദിവസം ഇന്നാണ്. ഇന്നും കണ്ണൂർ ജില്ലയിൽ തന്നെ ഞാൻ വഅദിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിൻ്റെ തൊട്ടുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇന്ന് വഅദിന് കയറിയേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാ, എൻ്റെ ഉമ്മയ്ക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ വഅദിന് കയറിയത്. എന്നോട് സംഘാടകർ ചോദിച്ചു, ഉസ്താദ് എന്ത് വേണം? ഞാൻ പറഞ്ഞ ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട, ആരോടും പറയണ്ട, ഞാൻ വഅദ് പറയും ഇൻഷാ അല്ലാഹ്. മരിച്ച വീട്ടിൽ കയറണോ? ഞാൻ അപ്പോഴും പറഞ്ഞു കയറണം. ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് ഉമ്മ മരിച്ചു എന്ന്. ആദ്യം ഞാൻ ഫോൺ എടുത്തപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു ഇശാഇന്റെ തൊട്ട് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉമ്മാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്. ഇന്നലെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാ വന്നേ. ഞാൻ ഇന്ന് മഗ്രിബ് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു തോന്നൽ, ഉമ്മാനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് കടന്നു വന്നു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ഫോണും വന്നു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്താ മരണം? പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താ? എൻ്റെ ഉമ്മാൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ കഴിഞ്ഞില്ലേ. എനിക്കത് കേട്ടപ്പോൾ, ആ മരണവാർത്ത കേട്ടപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി. എൻ്റെ കൂടെ നിന്നവരൊക്കെ എൻ്റെ മുഖത്ത് നോക്കി, ഞാൻ കരയുന്നുണ്ടോ എന്ന്, എനിക്ക് സങ്കടമുണ്ടോ എന്ന്. എനിക്ക് സങ്കടമുണ്ട്, എന്നാലും അൽഹംദുലില്ലാ, എൻ്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഏതൊരു മനുഷ്യനും ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലെ മരണം കിട്ടാൻ വേണ്ടിയാ. അപ്പൊ അള്ളാഹ് എൻ്റെ ഉമ്മാന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം, ഇതിനെക്കാലം എന്താ വേണ്ടത്? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ.